ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലേഷ്യൻ ചിക്കൻ കറിയാണ്. കറി അയം. അപ്പം അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വെജിറ്റബിൾസ് എണ്ണം കുറവാണ്. സോ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ഈസി ഒരു കറിയാണ്. ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. നമ്മുടെ നാട്ടിലത്തെ സൈസ് ഒരു സവാള ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ലെമൺ ഗ്രാസ് ആണ്. ലെമൺ ഗ്രാസ് ഇതിന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യും ഞാനിപ്പം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഇത് വറ്റൽമുളക് വെള്ളത്തിൽ വെച്ച് കുറച്ച് കുതിർത്തിയതാണത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 തരത്തിലുള്ള ജീരകം, കുരുമുളക്, ഒന്നെങ്കിൽ മുഴുവൻ മല്ലി അല്ലെങ്കിൽ മല്ലിപ്പൊടി. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മറ്റേതെല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു സിനമൺ സ്റ്റിക്ക്, ഒരു സ്റ്റാർ അനീസ്, 2 കാടമം. പിന്നെ ഇത് ചിക്കൻ ഡിഷ് ആയത് കാരണം ഞാൻ ചിക്കൻ ഡ്രം സ്റ്റിക്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ സ്പൈസസ് എല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കൂടെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ മസാല എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ബ്ലെൻഡറിലേക്ക് ആദ്യം ഇടാം. ഇനി അതിലേക്ക് നേരത്തെ കരുതി വച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ലെമൺ ഗ്രാസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കാഷ്യൂ നട്ട്സ്, പിന്നെ സവാള, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യം വെള്ളം ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എത്ര അഡ്മിറ്റുണ്ട് അതിനനുസരിച്ചിട്ട് പിന്നെ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി. ഇത്തിരി വെള്ളം ഒഴിക്കുന്നത് നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ നമുക്ക് വേണം. ഓക്കെ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കും. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ക്ലിയർ ആവും. ആ എണ്ണയും തെളിഞ്ഞു വന്ന മതി നമുക്കതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളതിനെ നല്ലപോലെ ഓയിലിട്ട് റോസ്റ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, നമ്മളത് ഫുൾ റോ ആയിട്ടാണ് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിലാണ് ആദ്യമായിട്ട് അതിനെയൊക്കെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ്. അപ്പം ഇത് കുറച്ച് നേരം അതിൽ എണ്ണ കിടന്ന് വെള്ളം വറ്റി ആ എണ്ണ തെളിഞ്ഞ് വരണം. അതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണ സൈഡിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. റെഗുലർ ചില്ലി പൗഡറും കാശ്മീരി മിക്സ് ചെയ്തതാണ്. ഇത് എരിവ് കൂടുമെന്ന് പേടിക്കണ്ട, കാരണം നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കണ്ട. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്തോളൂ സ്പൈസ്. മസാല ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ കാണിച്ച സ്റ്റാർ അനീസ്, സിനമൺ സ്റ്റിക്കും 2 ഏലക്കയും കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഈ കറിക്ക് നല്ലത് ബോണായിട്ടുള്ള ചിക്കൻ പീസസാണ്. ഞാനിവിടെ ഡ്രം സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് അല്ലാണ്ട് കറി കട്ടിട്ട് കഴിഞ്ഞാൽ അതാണ് എപ്പോഴും നല്ലത്. ഇതിട്ട് കൊടുത്ത് ഇതിന് അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ചിക്കൻ പീസ് ഇട്ടതിന് മുമ്പ് മസാലയുടെ കൂടെയാണ് ഞാൻ സോൾട്ട് ഇട്ടത്. എപ്പോഴും ചിക്കനും കൂടെ ഇട്ടത് കാരണം ഞാൻ കുറച്ചും കൂടെ സോൾട്ട് കേട്ടോ. Take some chances, stop your thinking, start your living, get your shoes on, going dancing. These little problems we could solve, try another, I know you got home, there's no worry, life likes calling, in the van we're driving to Austin.
ഇതൊരു ഹാഫ് കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള പാലാണ്. This feels like time's making fun of me. അടച്ച് കുറച്ച് നേരം വെക്കും. കൂട്ടുകാരെ കുറച്ച് Looking away at the walls and I can barely breathe. നല്ല സ്മെല്ല്, നല്ല വാസന കേട്ടോ ആ ലെമൺ This ഗ്രാസിന്റെ. might be my ആഡ് ചെയ്ത only chance to leave. ഞാൻ അതിന്റെ ചിക്കൻ കഴിക്കുന്നു. Let's not miss this opportunity. കാരണം Leave in വളരെ with me. ടെംപ്റ്റിംഗ് ആയിട്ടുണ്ട് അതിന്റെ സ്മെല്ലും കളറും എല്ലാം. ഒരു ചെറിയ കഷ്ണം പൊട്ടേറ്റോ ആണ് ഞാൻ You're the king of പക്ഷെ Carolina. അത് കാരണം You're the singer. ഒരു വലിയ Bands behind you. Crowds around here. They just talk through you. Nothing's better when they love you. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. പക്ഷെ നമ്മൾ Rumor has it കേരളത്തിൽ there's an angel in the crowd where you guys are playing. അതിനെക്കാട്ടിലും ഒരു We've been കൂടി drinking, ലെവൽ so now അപ്പാണ് we're praying സ്പൈസ്. they don't find അതുകൊണ്ട് us. തന്നെ എനിക്ക് Man, we waste. സത്യം പറഞ്ഞാൽ അതിന്റെ ക്ഷമ കെടുകയാണ്. ആ ചിക്കനും കൂടെ Feels like time is making fun of me. ഫ്ലേവേഴ്സ് പിടിച്ചിട്ട് ഡെഫിനറ്റ്ലി ചിക്കനും നന്നായിരിക്കും. Ticking away at the walls and I can barely breathe. This might be my only chance to leave. വളരെ സിമിലർ ആണ് കേരള സ്റ്റൈൽ Let's not miss this opportunity. എന്നാൽ പോലും ഡിഫറൻസ് ഉണ്ട്. We'd be crazy. വളരെ കോൺട്രാസ്റ്റിംഗുമാണ്. കാഴ്ചയിൽ വളരെ സിമ്പിൾ ആൻഡ് ലുക്ക് ലൈക്ക് കേരള ചിക്കൻ കറി. To my family, I love them. സോ ഡിഫറെന്റ്. Till then, I'm doing everything I can to make it home for Christmas. ഉണ്ടാക്കാൻ താല്പര്യം. I'll make it alive. നല്ലപോലെ Do it again, yeah. ഫിഷ് തന്നെയായിരുന്നു. Yeah. So good.